ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. പക്ഷേ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ടുണ്ട്, അതായത് പൂഷ്ണിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ. അതുകൊണ്ട് ഇതിനെ നമുക്ക് കുമ്പളങ്ങ ചിക്കൻ കറി എന്ന് പറയാം. ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് പാൻ ഒന്ന് ചൂടാക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടുന്നത് ഇഞ്ചിയാണ്. അതൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് വെളുത്തുള്ളി ചതച്ചാണ്. ഇതൊരു 1.25 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു 2 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് തക്കാളി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ നല്ലതുപോലെ ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മസാലയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം മസാലയൊന്നും അടുക്കി പിടിക്കത്തില്ല. അടച്ചു വെച്ചിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പൂഷ്ണിക്ക ചേർത്ത് കൊടുക്കാം. പൂഷ്ണിക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ഇത് ഏകദേശം ഒരു 300 ഗ്രാം പൂഷ്ണിക്ക ഉണ്ടായിരുന്നു. 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൂഷ്ണിക്ക നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. പൂഷ്ണിക്ക ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/3 കപ്പ് തേങ്ങ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തതാണ്. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ചാറ് വേണം. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. എക്സ്ട്രാ ടേസ്റ്റിനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ വെതറി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറി വാങ്ങി വെക്കാം. സ്വാദിഷ്ടമായ കുമ്പളങ്ങ ഇട്ട ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.